ഷവോമിയുടെ ഷവോമി പാഡ് 7 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമി പാഡ് 7 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 11.2 ഇഞ്ചിൻ്റെ 3.2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. റെസൊല്യൂഷൻ വരിക 3200x2136 ആയിരിക്കും. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇപ്പം 20,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫോണുകളുടെ കാര്യത്തിൽ അമോലെഡ് ഡിസ്പ്ലേ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ഇതിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് LCD ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ടാബാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ എന്നുള്ളത് ഓക്കെ തന്നെയാണ്. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3:2 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. പിന്നെ ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 800 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഒരു 25,000-30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു ടാബിൽ വന്നേക്കാം എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ടാബിൽ വരുന്നതായിരിക്കും. ടാബിൻ്റെ വെയിറ്റ് വരിക 500 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 6.18 mm ആയിരിക്കും. പിന്നെ മെറ്റൽ യൂണി ബോഡി ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. ഈ ഒരു ടാബിൻ്റെ ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പം ഈ ഒരു ടാബിൻ്റെ വില ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണ് എന്നുണ്ടെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിലും ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ് ടാബുകളുടെ കാര്യത്തിൽ. 30,000 രൂപ പ്രൈസ് റേഞ്ചിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഇത്. പിന്നെ ഈ ഒരു ടാബിൽ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ഹൈപ്പറോസ് സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ടാബിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിലെ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വന്നേക്കാം. അപ്പം ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. ഇപ്പോൾ ഫോണുകളുടെ ഒക്കെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാബ് എന്ന് പറയുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസേ അല്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 8750 mAh ബാറ്ററി വരുന്നതായിരിക്കും. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. തിരക്കേടില്ലാത്ത ഒരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ January 10 ഈ ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഷവോമി പാഡ് 6 അത്യാവശ്യം നല്ല അപ്ഗ്രേഡുമായിട്ട് വരുന്ന ഒരു ടാബായിരിക്കും ഇത്. എന്തായാലും പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.